Hi friends, എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും ഇഡ്ഡലി ഇഷ്ടമാണല്ലേ? എന്നാൽ ഇന്ന് നമുക്ക് നമ്മുടെ ഇഡ്ഡലി കുറച്ച് ഹെൽത്തി ആക്കിയാലോ? സോ എങ്ങനെയാണെന്ന് നോക്കാം. കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. പാനിൽ ഇപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കരിവേപ്പില ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്. 1/2 കപ്പ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം സവോള ചെറിയൊരു ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് ആണ്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് ആഡ് ചെയ്യാൻ പോകുന്നത്. 1/4 കപ്പ് ക്യാരറ്റ് ഇപ്പോൾ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ 1/4 കപ്പ് ക്യാബേജും ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ക്യാരറ്റും ക്യാബേജും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. ക്യാരറ്റും ക്യാബേജും ഒക്കെ ഇപ്പോൾ അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഗ്രീൻ പീസ് ആണ്. ഗ്രീൻ പീസ് ഓൾറെഡി വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ആണ്. അതാണിപ്പോൾ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു 2/3 കപ്പ് ഗ്രീൻ പീസ് ഞാനിപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടെ ആഡ് ചെയ്യുവാണ്. 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് അത് നന്നായിട്ട് ഉടച്ചെടുത്തതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ഒക്കെ നമ്മൾ വേവിച്ചതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന മാവുണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ 3 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാനിപ്പോൾ 1 കപ്പ് റാഗി പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ഞാനിവിടെ കപ്പിൻ്റെ അളവിലാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ കപ്പ് ഇല്ലെങ്കിൽ സാരമില്ല, നമ്മുടെ സാധാ ഗ്ലാസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു റേഷ്യോയിൽ എടുക്കാം. 3 ഗ്ലാസ് മാവ് എടുക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് റാഗി പൊടി എന്ന രീതിയിൽ എടുക്കാം. ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എപ്പോഴും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച മസാല മിക്സും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ റാഗി ഇഡ്ലി ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ സാധാരണ ഇഡ്ഡലി ചെയ്യുന്നത് പോലെ തന്നെ ഇഡ്ഡലി തട്ടിൽ ഇതുപോലെ കുറേശ്ശെ മാവ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇഡ്ഡലി കുക്കറിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ റാഗി ഇഡ്ലി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡിഷാണ്. ഇതിനോടൊപ്പം നമുക്ക് ചട്നി യൂസ് ചെയ്യാം. ഞാനിവിടെ തേങ്ങാ ചമ്മന്തിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചട്നി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിനു മുമ്പ് കുറച്ച് ഹെൽത്തി ചട്നി റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇൻഫോ കാർഡിലും മെൻഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്നെ മെയിൽസിലൂടെയും കമൻസിലൂടെയും അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.